السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. قال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا محمد صلى الله عليه وسلم. ബഹുമാനപ്പെട്ട വാദി ത്വയ്ബ ഇസ്ലാമിക് ക്ലാസ് റൂം പുണ്യ റബീഉമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ നടത്തുന്ന റബീഉ ക്യാമ്പയിന്റെ ഭാഗമായി സ്വഹാബത്തിന്റെ പ്രവാചക സ്നേഹം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സ്വഹാബ കിറാമീങ്ങളെ പോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിലും ആ സ്വഹാബത്തിനെ സ്നേഹിക്കാനും അവരെ പിന്തുടരുവാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറ്റെന്തിനേക്കാളേറെയും സ്നേഹിക്കുവാനും ഒക്കെ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ശഫാഅത്ത് കൊണ്ട് നമ്മെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. നാം ഈ ചെയ്യുന്ന സുഹൃതങ്ങളുടെയൊക്കെ ഒരു വിഹിതം മിസ്ല സവാബ് നമ്മിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ നമ്മുടെയൊക്കെ കൂട്ടുകുടുംബങ്ങൾ ബന്ധപ്പെട്ടവർ അവരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരാൾക്ക് വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ എന്തെല്ലാം ഉണ്ടോ തന്റെ ആത്മാവ് ഉൾപ്പെടെ അവയെക്കാളെല്ലാം ഉപരിയായി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്ന് പ്രമാണങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. വിശ്വാസ സമ്പൂർണതയ്ക്ക് അത് അനിവാര്യവുമാണ്. ഈ പറഞ്ഞത് കേവലം ഒഴുക്കൻ മട്ടിലുള്ള അത്യുക്തിയോ ഒരു അലങ്കാര പ്രയോഗമോ ഒന്നുമല്ല. അക്ഷരത്തിലും അർത്ഥത്തിലും സ്വന്തം ആത്മാവിനേക്കാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്നും അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസി ആവുകയില്ലെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. ഒരിക്കൽ ആദ്യം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് അത് അംഗീകരിക്കാൻ പ്രയാസമുള്ളതുപോലെ തോന്നി. പുണ്യനബിയെ, സർവ്വ വസ്തുക്കളെക്കാളും താങ്കൾ എനിക്ക് പ്രിയങ്കരനാണ്, എന്റെ ശരീരത്തിലെ ആത്മാവിനേക്കാൾ ഒഴികെ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു മുത്തുനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരുന്നു അവിടുത്തെ മറുപടി? പറ്റില്ല ഉമറേ, പറ്റില്ല. താങ്കളുടെ ആത്മാവിനേക്കാൾ ഞാൻ താങ്കൾക്ക് പ്രിയങ്കരനാകുക തന്നെ വേണം. ഈ വാക്ക് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ അറകൾ വികസിച്ചു. ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചു. പുണ്യനബിയെ, എന്റെ ജീവനേക്കാൾ താങ്കൾ എനിക്ക് പ്രിയങ്കരനാണ്. ആത്മപ്രചോദിതനായി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ മാത്രമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൂർണ്ണ വിശ്വാസിയാണെന്ന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചത്. ഇനി നിങ്ങൾ നോക്ക്, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു തന്നെയാണ് സത്യം. ഞങ്ങളുടെ സമ്പത്തിനേക്കാളും സന്താനങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും എത്രത്തോളം എന്ന് വെച്ചാൽ ദാഹവേളയിൽ നാം കുടിക്കുന്ന തണുത്ത പാനീയങ്ങളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പ്രിയങ്കരനായിരുന്നു എന്ന്. സ്വഹാബത്തിന്റെ പ്രവാചക സ്നേഹം കേവലം അധര വ്യായാമമായിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ സ്വന്തം ആത്മാവിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ സ്നേഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള
സ്വഹാബത്തിന്റെ അതിരറ്റ സ്നേഹവും അഗാധമായ ആദരവും പ്രകടമായ ഒരു സംഭവമായിരുന്നല്ലോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത്. സ്വഹാബത്തിൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അവരിൽ പ്രമുഖനായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ധീരതയുടെ പര്യായമായി ശോഭിച്ചിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് തന്റെ സ്നേഹനിധിയായ പുണ്യനബിയുടെ വിയോഗത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം കേട്ടപ്പോൾ ആത്മസംയമനം നഷ്ടപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭ്രാന്തനെ പോലെ പെരുമാറി. കാണുന്നവരുടെ നേരെയെല്ലാം തട്ടിക്കയറി വാൾ ഊരിപ്പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചുവെന്ന് പറയുന്നവരെയെല്ലാം ഞാൻ വകവരുത്തും എന്ന് ആക്രോശിച്ചു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിശ്ചയദാർഢ്യത്തോടെ നിലകൊള്ളാനുള്ള പക്വത നേടിയ ഏറ്റവും വലിയ ആഷിഖുർ റസൂലായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലായ എല്ലാമായ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വാർത്തയറിഞ്ഞു. മഹാനുഭാവൻ വന്നു. പള്ളിയുടെ വാതിൽക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് കയർത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി എന്ന തന്റെ പ്രിയ മകളുടെ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ചലനമറ്റ് കിടക്കുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിൽ നിന്നും പുതപ്പ് നീക്കി അവിടുത്തെ ഒന്ന് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ പിതാവും മാതാവും അങ്ങേക്ക് ദന്തം. താങ്കൾക്ക് അള്ളാഹു നിശ്ചയിച്ച മരണം താങ്കൾ രുചിച്ചിരിക്കുന്നു നബിയെ. ഇനി ഒരിക്കലും താങ്കൾക്ക് മരണം എത്തുകയില്ല. പുതപ്പുകൊണ്ട് വീണ്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം മൂടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറെ ശാന്തനാകൂ. ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങിയില്ല, സംസാരിച്ചു കൊണ്ടേയിരുന്നു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ ജനങ്ങളൊക്കെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ തമ്പടിച്ചിരിക്കുന്നു. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചു. അപ്പോൾ ആളുകളെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുത്തു. ജനങ്ങളെ, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. അതല്ല അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നും ഉണ്ട്, അവന് മരണവുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗം തുടരുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമല്ലേ, അദ്ദേഹത്തിന് മുമ്പും ഇവിടെ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ രീതിയിൽ ഖുർആൻ ആയത്തോതി വിഷയത്തിന്റെ ഗൗരവവും യാഥാർത്ഥ്യവും വളരെ വ്യക്തമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒടുവിൽ യാഥാർത്ഥ്യം അംഗീകരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ തന്നെ നോക്കൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വാക്യം ഓതുന്നത് കേട്ടപ്പോൾ ഞാൻ അമ്പരന്നു. അങ്ങനെ ഞാൻ നിലത്ത് വീണു. എന്റെ കാലുകൾ എന്നെ താങ്ങിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് മദീനയിൽ സംഭവിച്ച ദുഃഖക്കടൽ അത് വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. അത് അനുഭവിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. ഉമ്മു സൽമാ ബീവി റളിയല്ലാഹു അൻഹ ആ രംഗം അയവിറക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ തുടർന്ന് ഞങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. രാത്രിയിൽ ഉറക്കം ഞങ്ങൾക്ക് വരുന്നില്ല. കട്ടിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരമെങ്കിലും കണ്ട് ഞങ്ങൾ ആശ്വസിക്കുകയായിരുന്നു. അതിനിടെ പാതിരാവിൽ ഖബർ കുഴിക്കുന്ന മൺവെട്ടിയുടെ ശബ്ദം ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ഒന്നാകെ അട്ടഹസിച്ചു കരഞ്ഞു. മദീന പ്രകമ്പനം കൊണ്ടു. പ്രഭാതത്തിൽ പതിവ് പോലെ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വന്നു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നിടത്തെത്തിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ദുഃഖം തികട്ടി വന്നു. ഹൃദയം തേങ്ങി, ചുണ്ടുകൾ വിതുമ്പി, കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകി. കഥനഭാരം താങ്ങാനാവാതെ സ്വഹാബത്തെല്ലാം കരഞ്ഞു.
അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ വിളിച്ച അവസാനത്തെ വാങ്ക്. ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുകയും മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ സംരക്ഷണത്തിലാവുകയും ചെയ്തപ്പോ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഒരു ആഗ്രഹം, വർഷങ്ങളോളം മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നും മുഴങ്ങിക്കേട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലികൾ മസ്ജിദുൽ അഖ്സയുടെ പശ്ചാത്തലത്തിൽ ഒന്ന് കേൾക്കണം. ഖലീഫയുടെ ഉൾക്കടലമായ അഭിലാഷവും ജനങ്ങളുടെ നിർബന്ധവും കൂടിയായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വഴങ്ങേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു പിന്നെ ആദ്യമായി ബാങ്ക് വിളിക്കുന്നത് മസ്ജിദുൽ അഖ്സയിലാണ്. വിശ്വാസികളെ കൊള്ളിച്ചുകൊണ്ട്, ശത്രുക്കളെ അമ്പരിപ്പിച്ചുകൊണ്ട് മക്ക മദീനയുടെ വ്യായസിൽ അനുരണനം സൃഷ്ടിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദ ഗാംഭീര്യം ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം മസ്ജിദുൽ അഖ്സയുടെ വാനിലേക്ക് ഉയരുകയാണ്. ആ സമയത്ത് മഹാന്മാരായ സ്വഹാബി വര്യന്മാരുടെ ഹൃദയങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അലയടിച്ചു. ദുഃഖമണപൊട്ടിയൊഴുകി. ബിലാലും സ്വഹാബത്തൊക്കെ കരഞ്ഞു റളിയല്ലാഹു അൻഹും. കണ്ണീർ കണങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടി രോമങ്ങളെ ഈറനണിയിച്ചു. നിങ്ങൾ നോക്ക്, ഇതാണ് പ്രവാചകൻ, സ്വഹാബത്തിന്റെ പ്രവാചക സ്നേഹം. അബ്ദുല്ലാഹി ഇബ്നു സൈദ് അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ തന്റെ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുത്രൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗ വാർത്ത അറിയിച്ചത്. അത് കേട്ട അബ്ദുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എന്റെ കാഴ്ച നീ ഇല്ലാതെയാക്കണമേ. എന്റെ പ്രേമഭാജനമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഞാൻ മറ്റാരെയും കാണാതിരിക്കാനാണ്. ഉടനെ അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. നിങ്ങൾ നോക്ക്, ഇതായിരുന്നു പ്രവാചക സ്നേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ പ്രദാനം ചെയ്യട്ടെ. മഹാന്മാരെ അനുധാവനം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളൊക്കെ യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു അവിടുത്തെ ശഫാഅത്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. നമ്മളൊന്നും എല്ലാം തികഞ്ഞവരല്ല. പ്രവാചക സ്നേഹം കൊണ്ട് എല്ലാം കഴുകിക്കളഞ്ഞ് പ്രവാചക സ്നേഹം കൊണ്ട് ഉത്തുംഗതയിൽ വിരാജിക്കാൻ, അള്ളാഹുവിന്റെ മഅരിഫത്ത് എന്ന പറയുന്ന ആ അമൂല്യമായ നിധി നുണരാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير. دعاء وصية. السلام عليكم ورحمة الله وبركاته.